ഹായ് ഫ്രണ്ട്സ്, സാറാ ഫുഡ് ഡയറീസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ കോളിഫ്ലവറും എഗ്ഗും വെച്ചിട്ടുള്ള നല്ല അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരു വെറൈറ്റി സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കട്ടോ. ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു കോളിഫ്ലവർ മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇലകളൊക്കെ കളഞ്ഞതിന് ശേഷം കോളിഫ്ലവർ ഇതുപോലെ ആദ്യം മൊത്തം ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കുക. അതിനുശേഷം ഇതുപോലെ ചെറിയ ചെറിയ ക്യൂബ്സായിട്ട്, അതായത് ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കട്ടോ. നിങ്ങൾക്ക് വലിയ പീസാണെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്യട്ടോ. ഞാനിവിടെ ചെറിയ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ ഇത് മുഴുവനായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അങ്ങനെ മുഴുവനായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് അതുപോലെ എടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഇത് നല്ല രീതിയിലൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ നല്ല രീതിയിലൊന്ന് കഴുകി ഞാൻ 2-3 തവണ കഴുകിയതിന് ശേഷം അതിലേക്ക് ഇളം ചൂടുവെള്ളമാണ് കേട്ടോ. ഇതിൽ പുഴുക്കളൊക്കെ ഉണ്ടാകും, അതൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും ചൂടുവെള്ളം കൂടിയിട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട്, ഇളം ചൂടുവെള്ളം. ഇനി ഇത് ഒരു 10 മിനിറ്റ് ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഇതിലേക്കൊരു മാവ് തയ്യാറാക്കാനുണ്ട്. അപ്പോൾ അതിന് മുന്നായിട്ട് ഒരു മിക്സും കൂടി തയ്യാറാക്കാനുണ്ട് കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ച് വയ്ക്കാം. ഇനി അതിലേക്ക് ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു സവാളയാണ് കേട്ടോ. ഞാൻ ഒരു ചെറിയ മീഡിയം സൈസ് ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ചെറിയ ചെറിയ പീസ് ക്യൂബാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 3-4 അല്ലി വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് എത്രത്തോളം ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ആദ്യം ആക്കിയിട്ടെടുക്കാം കേട്ടോ. ഈ ഒരു രൂപം ആക്കിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഇൻഗ്രീഡിയൻസ്: മുളക് പൊടി, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇവ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം പൊടികളായിട്ട് ഇടുന്നത് കടലമാവാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കടലമാവ് 2-3 ടേബിൾ സ്പൂണ് കടലമാവും 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് മൈദമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മൈദമാവ് ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വെറും കടലമാവിലാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ അരിപ്പൊടിയാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ മൈദമാവ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൈദമാവും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു ബാറ്ററിന് കണക്കായിട്ട് വേണം കേട്ടോ നമ്മൾ ഇതിലേക്ക് നമ്മുടെ ആ ഒരു ഫ്ലോറൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമുക്ക് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു മാവ്. നമ്മുടെ ആ ഒരു മാവിലേക്ക് ഞാൻ ഇവിടെ വെളിച്ചെണ്ണ നല്ല രീതിയിലൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് അതിലിട്ടിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് ഓയിലിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, വലിയവർക്ക് ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. ഓയിൽ നല്ല രീതിയിൽ ആദ്യം ചൂടായത് കൊണ്ടാണ് കേട്ടോ കുറച്ച് ഒരു ബ്രൗൺ കളർ ആയത്. അപ്പോൾ ഓയിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക ആദ്യം തന്നെ. അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ട് ഞാനിതുപോലെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എടുക്കുന്ന കോളിഫ്ലവറിനും അതിന് അനുസരിച്ചിട്ടുള്ള ബാറ്ററിനും പോലെയായിരിക്കും നമ്മുടെ ആ ഒരു മാവ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം എഗ്ഗ് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. കുട്ടികളും വലിയവരും ഒരുപോലെ നിർത്താതെ കഴിക്കുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി സ്നാക്സാണ് ഈ കോളിഫ്ലവർ വെച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല നല്ല വീഡിയോസ് വേണ്ടുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യട്ടോ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ആദ്യമേ നിങ്ങൾക്ക് ലഭിക്കും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സ്നാക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോ മറ്റൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരും. എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.